അപ്പൊ നമ്മുടെ മുട്ട നമുക്ക് നമ്മുടെ ഈ കനലിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. 2 മുട്ടയും നമ്മുടെ കനലിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റും ഒരെണ്ണം 2 മിനിറ്റും ആക്കി എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നെന്തോ നമ്മൾ ഉണ്ടാക്കുന്നത് അറിയണ്ടേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പരീക്ഷണം. അത് നമ്മുടെ മുട്ടയെ വെച്ച് ഒരു പരീക്ഷണമായാലോ? അതെ, യൂട്യൂബിലും നമ്മുടെ ടിക്ടോക്കിലും എല്ലായിടത്തും അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ഈ മുട്ട കനലിൽ ചുട്ടെടുക്കുന്ന പരിപാടി. ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത് പക്കാ ഫെയിൽ ആയിപ്പോയി. അപ്പൊ നമ്മൾ ഇന്ന് 2 മുട്ട ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ 2 മുട്ടയും കൊണ്ട് നമുക്ക് 2 സമയമാക്കി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്നും മറന്നു പോകുന്ന ഒരു സാധനമുണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക, പിന്നീടുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് അധികം വെറുപ്പിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ബാ. അപ്പൊ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ സവാള ഒരു പകുതി അരിഞ്ഞു വെച്ചിരിപ്പുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് മുളക് പൊടി ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നീട് പകുതി പച്ചമുളക്, ഒരു പച്ചമുളകിന്റെ പകുതി അരിഞ്ഞു വെച്ചത്. പിന്നീട് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടിയുടെ. ഇത് ഇത്രയുമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സവാളയും മസാലയും കാര്യങ്ങളും എല്ലാം അടിച്ച് നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. അപ്പൊ നമുക്ക് മുട്ട എങ്ങനെ പൊട്ടിച്ചാന്ന് നോക്കാം. ബാ. അപ്പൊ നമ്മുടെ പണിയായുധമായിട്ടുള്ള നമ്മുടെ കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് ഈ മുട്ടയുടെ ഈ തുമ്പ് ഭാഗം എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ച് ചെറിയൊരു കിഴുത്ത പോലെ ആക്കി എടുക്കുക. അപ്പൊ ചെറുക സൂക്ഷിച്ച് തന്നെ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ പൊട്ടിക്കുക. ഞങ്ങളൊരു 15 മുട്ട പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പഠിച്ചത്. അപ്പം സൂക്ഷിച്ച് തന്നെ ചെയ്യുക. ഇതേപോലെ ഒരു ചെറിയൊരു കിഴുത്തയാക്കി എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു കിഴുത്ത മാത്രം മതി നമുക്ക്. അപ്പം ഇതിനകത്ത് എങ്ങനെ ഫില്ലിങ്സ് നിറയ്ക്കാമെന്ന് നോക്കാം. ബാ. അപ്പൊ മുട്ട നമ്മൾ പൊട്ടിച്ചത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതേപോലെ ഒരു കുമ്പിള് സെറ്റ് ചെയ്യുക. കുമ്പിള് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഹോളിനകത്തേക്ക് നമ്മുടെ കുമ്പിള് ഇതേപോലെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. മുമ്പ് നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തെന്ന് നമ്മൾ പറഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, അത് വിട്ടുപോയിട്ടില്ല. അപ്പൊ ആ ഉപ്പും ചേർത്ത മസാല നമുക്കൊന്ന് ഇതേപോലെ കുമ്പിളിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇതേപോലെ ഇതിനകത്ത് നിറയ്ക്കുക. എന്നിട്ട് ആ കുമ്പലിന്റെ ഉള്ളിലൂടെ ആ മുട്ടയ്ക്കകത്തേക്ക് കയറ്റി വിടുക. ഒരു ചെറിയൊരു വെള്ളം, നമ്മുടെ മുട്ടയുടെ അകത്തെ വെള്ളം ഒരു കുറച്ച് കളഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഇതേപോലെ നമ്മുടെ മസാല നല്ലതുപോലെ കണ്ടില്ലേ, ഇതേപോലെ അകത്തേക്ക് കയറ്റി വിടുക. നമ്മുടെ മസാല ഇതിനകത്ത് നിറച്ചു കഴിഞ്ഞ്. അപ്പൊ ഇത് നല്ലതുപോലെ ഇതിനകത്ത് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട പൊട്ടാണ്ട് തന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ അതിനകത്തേക്ക് നമ്മുടെ മഞ്ഞയെല്ലാം നല്ലപോലെ ഒന്ന് ഇളകി റെഡി ആയിട്ട് കിട്ടും. ഇതേപോലെ ഇളക്കുക. അപ്പം ഇതെങ്ങനെ ഒന്ന് ചുട്ടു നോക്കാം. അല്ല, രണ്ടാമത്തെ ഒരെണ്ണോടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്യുക. അതിപ്പോ എന്തായാലും വീഡിയോ കാണിക്കുന്നില്ല. അപ്പം നമുക്കിത് ഇനി കനലിനകത്തൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ ചുടുന്നതിന് മുമ്പായിട്ട് ഫോയിൽ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫോയിൽ പേപ്പർ ഈ മുട്ട ഇതിനുള്ളിലേക്ക് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഒരു ചെറിയൊരു കോട്ടിങ് മാത്രം. അതിനുശേഷം ഇതൊന്ന് കീറി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ബാ. അപ്പൊ നമ്മുടെ മുട്ട നമുക്ക് നമ്മുടെ ഈ കനലിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. 2 മുട്ടയും നമ്മുടെ കനലിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റും ഒരെണ്ണം 2 മിനിറ്റും ആക്കി എടുക്കാം. ഗൈസ്, പണി പാളി ഗൈസ്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ അതിനകത്തുനിന്ന് തന്നെ പൊരിച്ചെടുക്കുന്ന രീതിയിലായി വരുന്നു ഗൈസ്. ഇതെന്താണ് സംഭവം ഒന്നും ഒരു പിടുത്തമില്ല. ഇത് മുട്ട അതിനകത്തുനിന്ന് തന്നെ ഇങ്ങനെ ആയി വരികയാണ്. അപ്പൊ നമ്മുടെ 5 മിനിറ്റും 2 മിനിറ്റും കഴിഞ്ഞ ഓരോ മുട്ടകൾ നോക്കിയിട്ട് 2 മിനിറ്റ് ആയപ്പോഴാണ് ആ സാധനം അങ്ങനെ മൊത്തത്തിൽ പൊരിഞ്ഞ് വെളിയിൽ വന്നത്. അപ്പൊ നമ്മുടെ 5 മിനിറ്റിന്റെ ഇതാണ് സംഭവം. ഈ ഇപ്പൊ തൊട്ടുകൊണ്ടിരിക്കുന്നതാണ് 5 മിനിറ്റ്. അപ്പൊ അതൊന്ന് നമുക്ക് എടുത്തൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ 2 മിനിറ്റ്. നമ്മൾ 2 മിനിറ്റ് ആയപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മുമ്പ് പൊട്ടി പൊളിഞ്ഞു പോയതാ. ഇത് കണ്ടില്ലേ, സംഭവം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഇതിന്റെ അകമൊക്കെ എങ്ങനെയാണോ എന്തോ ഒന്ന് നോക്കാം നമുക്ക്. നല്ല ചൂടാണ്. അപ്പം 5 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട അതുകൂടെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ 5 മിനിറ്റ് വെച്ചിരിക്കുന്ന മുട്ട. ഗൈസ്, പണി പാളിയെന്ന് തോന്നുന്നു. എല്ലാം ഇത് കണ്ടില്ലേ, കരിഞ്ഞ ഉണങ്ങിയൊക്കെ ഇരിക്കുന്നത്. ഈ സാധനം പക്കാ ഫെയിലാവട്ടോ. ഇതാരും ദയവായി ഉണ്ടാക്കി നോക്കരുത്. ഇത് മഹാ അബദ്ധമായിരിക്കും. വെറുതെ മുട്ടയുടെ കാശ് കളയാമെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. ഇത് സംഭവം വെന്ത് വരും, പക്ഷെ ഇത് വായി വെക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ അവസ്ഥ.
കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് ദയവായി നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ശരി, ബൈ.